ബംഗളൂരുവിലെ യലഹങ്കയിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ 15ാം പതിപ്പ് ഇന്ന് സമാപിക്കുകയാണ്. 5 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഷോയാണ് ഇന്ന് അവസാനിക്കുക. എയർ ഷോ കാണാൻ ഇന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. 5 ദിവസം നീണ്ടുപോയ മേളയിൽ ഒപ്പിട്ട കരാറുകളും ധാരണാപത്രങ്ങളും കുറച്ചധികം ഉണ്ടാകും. ഈ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മേളയിൽ സാധാരണ 10,000 കോടി രൂപയുടെ ഉടമ്പടികളാണ് ഒപ്പുവയ്ക്കുക. യലഹങ്കയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നേരിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. എയ്റോ ഇന്ത്യ 15ാം പതിപ്പിന്റെ സമാപന ദിനമാണിന്ന്. ഇന്നും എയർ ഷോ കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദമുണ്ട്. ഇന്നലെയും പ്രവേശനം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേരാണ് ഈ പോർവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടി യലഹങ്കയിലെ ഈ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്നത്തെ എയർ ഷോ അല്പസമയത്തിനകം 9:30 ആരംഭിക്കും. ഇന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധിയായിട്ടുള്ള പൊതുജനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. 5 ദിവസം നീണ്ടുനിന്ന എയ്റോ ഇന്ത്യ എയർ ഷോയുടെ ഭാഗമായി നമുക്കറിയുന്നത് പോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ 800ഓളം പ്രതിരോധ രംഗത്തെ കമ്പനികളൊക്കെ ഈ എയ്റോ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ നേരിട്ട് പങ്കെടുത്ത വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ, സെമിനാറുകൾ, കോൺക്ലേവുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിലൂടെ വിദേശ രാജ്യങ്ങളുമായി ഈ പ്രതിരോധ രംഗത്ത് എന്തെങ്കിലും കരാറുകളിൽ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇന്ന് വിവരം പുറത്തു വരും എന്നതാണ് അതായത് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അത്തരം വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച നിലവിലെ 5ാം തലമുറ പോർവിമാനമായ സുഖോയ് 57, ഈ റഷ്യയുടെ സുഖോയ് 57 വിമാനത്തിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയെ പങ്കാളിയാക്കാമെന്ന് റഷ്യ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരം വിവരങ്ങളെല്ലാം ഇന്ന് പുറത്തു വരികയും ചെയ്യും. ഈ മേള ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്, അതായത് ആദ്യ ദിനത്തിൽ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഉൽപ്പാദനവും അതോടൊപ്പം തന്നെ കയറ്റുമതിയും ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിനാകും. അതിനുവേണ്ടി അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, അതായത് രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ കരുത്തും ശേഷിയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക, അതിലൂടെ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയാണ് രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്നതാണ് പ്രതിരോധ മന്ത്രി ആദ്യ ദിനത്തിൽ തന്നെ പറഞ്ഞത്. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് സമാപന ദിനമാണ്. അത്തരം വിവരങ്ങളെല്ലാം ഇന്ന് പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 9:30 സമാപന ദിനത്തിലെ എയർ ഷോ ആരംഭിക്കും. അതിനുവേണ്ടി ആകാംക്ഷയോടെ ഇവിടെ എത്തിയിട്ടുള്ള പൊതുജനങ്ങൾ ഉൾപ്പെടെ കാത്തിരിക്കുകയാണ്. എയ്റോ ഇന്ത്യ 2025 വലിയൊരു അനുഭവമാണ്. അവിടെ പോയി കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിമാനം പുറപ്പെടുന്ന ആളുകളുടെയൊക്കെ സാഹസികത എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്.